ചർച്ച ആരംഭിക്കാവുന്നതാണ്. ശ്രീ വി ജോയ്, അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കാം. സർ, സഹകരണം, കൃഷി, വിനോദസഞ്ചാരം എന്നീ മന്ത്രിമാർ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ലോകത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയിൽ സഹകരണ പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ മഹത്തരമാണ്. സാർ, ഇതിനൊരു ചരിത്രമുണ്ട്. സാർ, റോബർട്ട് ഓവൻ്റെയും റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെയും ആശയങ്ങളാണ് നമ്മുടെ ലോകത്ത് സഹകരണ പ്രസ്ഥാനത്തിന് വിത്തുകൾ പാകിയത്. സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഉടമകളെന്നോ അധിപതികളെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടതും കൊളോണിയൽ ഭരണത്തിൻ്റെ ഉസ്താദുമായിരുന്ന ബ്രിട്ടനോട് ആഗോള സഹകരണ മേഖലയ്ക്ക് ഏറെ കടപ്പാടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി പിന്തുടരുമ്പോഴും ഇവരുടെ ആശയങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കണ്ടെത്തിയിരുന്നു. ആ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടത്തിയ ശ്രമങ്ങളാണ് പിന്നീട് ലോകമെമ്പാടും സഹകരണ മേഖലയ്ക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത്. സാർ, ഇന്ത്യയിലാണെങ്കിൽ 1904 ബ്രിട്ടീഷ് ഭരണാധികാരികൾ മുൻകൈയെടുത്താണ് സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് കേരളം എപ്പോഴും മാതൃകയായിട്ടുണ്ട്. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ഇന്ന് സർവ്വവ്യാപിയാണ്. സഹകരണ പ്രസ്ഥാനം കടന്നു ചെല്ലാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. സഹകരണ മെഡിക്കൽ കോളേജുകൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ മുതൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും മാർജിൻ ഫ്രീ ഷോപ്പുകളും ഏറ്റവും അവസാനം ജൈവ പച്ചക്കറി കൃഷി വരെ നടത്തുന്ന കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനം ഏറെ മുമ്പിലാണ്. ഇന്ത്യയിൽ കണക്കുപ്രകാരം ഏതാണ്ട് 6 ലക്ഷത്തോളം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ ബാങ്കിംഗ് നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണം 5500ഓളം വരും. ആകെ സഹകരണ പ്രസ്ഥാനങ്ങൾ 15000-ലധികമാണ്. ഇതിലെല്ലാം കൂടി ഏതാണ്ട് 6000-ഓളം കോടി രൂപയുടെ നിക്ഷേപം ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ട്. 6000 കോടി രൂപയുടെ ആസ്തി കണ്ട് ചിലരുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. സാർ, ചിലർ ഈ മേഖലയിൽ കയറിപ്പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഞാൻ പൂർണ്ണമായി വിവരിക്കുന്നില്ല. സാർ, ഒരു മുൻ പ്രധാനമന്ത്രി സഹകരണ മേഖലയെക്കുറിച്ച് പറഞ്ഞത് സേവന മേഖലയിലും വികസന മേഖലയിലും കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകൾ നൽകി വരുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൂട്ടിയത് എന്തൊക്കെയാണ്? സാർ, കൺസ്യൂമർ ഫെഡ് മാത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ കെടുകാര്യസ്ഥതയ്ക്ക് വേറെ തെളിവെന്ത്? കൺസ്യൂമർ ഫെഡ് ഇന്ന് 1200 കോടി രൂപയുടെ ബാധ്യതയിൽ നിൽക്കുകയാണ്. അവിടുത്തെ ജീവനക്കാരുടെ എണ്ണത്തെ സംബന്ധിച്ച് നാം പരിശോധിക്കപ്പെടണം. 509 സ്ഥിരം ജീവനക്കാരുള്ള സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ 3273 ദിവസ വേതനക്കാരെ നിയമിച്ചിരുന്നു. 727 കൺസോളിഡേറ്റഡ് ജീവനക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിലവിലുള്ള ജീവനക്കാരെക്കാൾ കൂടുതൽ ബന്ധുക്കളെയും സ്വന്തക്കാരെയും കേരളത്തിലെ 750ഓളം നന്മ സ്റ്റോറുകളിൽ നിയമിച്ച് ഈ കൺസ്യൂമർ ഫെഡിനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സർ, കൺസ്യൂമർ ഫെഡിന്റെ അന്നത്തെ പ്രസിഡന്റ് വിമാനയാത്ര നടത്തിയത് പോലും 40 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാറിന് ആ കാലയളവിൽ 27 ടയറുകൾ വാങ്ങിയെന്നും ഉള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. സാർ, ഇത് ശ്രീ ടോമിൻ തച്ചങ്കരി ഒരു പരിശോധനയിലൂടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, സഹകരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. സാർ, അപ്പോൾ ഒരു സ്ഥാപനം എങ്ങനെയാണ് കുത്തഴിഞ്ഞു പോകുന്നത്, ഒരു സ്ഥാപനം എങ്ങനെയാണ് സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നത് എന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യമില്ല. സാർ, ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കേരളത്തിലെ 11 ഡിപ്പോകളിൽ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഇത് പുഴുവരിച്ച് പുഴുത്ത്
നശിച്ച കഥകൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നിരവധി പ്രാവശ്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഗോഡൌണുകൾ വാടകയ്ക്കെടുത്തതിലെ അഴിമതി മാത്രമല്ല സാർ, മൊബൈൽ ത്രിവേണിയുണ്ട് സാർ. 141 വാഹനങ്ങളാണ് വാങ്ങിയിട്ടത്. ഇതിൽ 60 എണ്ണം കട്ടപ്പുറത്താണ്. ഒരു പുതിയ സംരംഭം ഫ്ലോട്ടിംഗ് ത്രിവേണി, 6 ബോട്ടുകൾ വാങ്ങി വളരെ ആർഭാടപൂർവ്വം കൊണ്ടു നടന്നു. ഇന്ന് സർവീസ് ഇല്ല. 2 ബോട്ടുകളിൽ കായലിൽ താന്നു കിടക്കുകയാണ്, മുങ്ങിക്കിടക്കുകയാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിന്റെയും പര്യായമായി മാറി കൺസ്യൂമർ ഫെഡ്. സാർ, 2012 മുതൽ ഇങ്ങോട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല കൺസ്യൂമർ ഫെഡിൽ. ഇവിടെ ഒരു കാര്യം നമ്മൾ സ്മരിക്കപ്പെടേണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന കാലത്ത് കൺസ്യൂമർ ഫെഡിൽ അഴിമതി കുറയുകയാണ്, പലപ്പോഴും ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ഓണം നാളിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമുള്ള ഓണം നാളിൽ 82 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. ഒരു കടവും വന്നില്ല സാർ. കൺസ്യൂമർ ഫെഡിൽ പലർക്കും ജോലിയുണ്ട്, പക്ഷെ അവരുടെ ജോലി കൺസ്യൂമർ ഫെഡിലല്ല. ബന്ധപ്പെട്ട മന്ത്രിമാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അവർക്ക് വേണ്ട സ്ഥലങ്ങളിലും നിയോഗിക്കപ്പെടുകയാണ് സാർ. ഞാൻ ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ്, വിശേഷിച്ചും മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. ഈ 750 നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന നന്മ സ്റ്റോറുകൾ പൂട്ടി ഈ നഷ്ടത്തിൽ കൂപ്പുകുത്തുന്ന ഈ സ്ഥാപനത്തെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച ആരാധ്യനായിട്ടുള്ള മന്ത്രിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സാർ. കഴിഞ്ഞ UDF ഭരണകാലത്തെ കൺസ്യൂമർ ഫെഡിന്റെ കുംഭകോണങ്ങളുടെ കഥ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതുവരെ വിജിലൻസ് 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇപ്പോ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ്. ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ ബാബുവിന്റെ പിന്നാലെ ക്യൂവിൽ നിൽക്കുകയാണ് അദ്ദേഹം. ഈ മാസം 30-ാം തീയതി തൃശൂർ വിജിലൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്. ചെറിയ തുകയല്ല സാർ, 100 കോടി രൂപയുടെ അഴിമതിയാണ്. ഇത് സംബന്ധിച്ച ഫയലുകൾ 500-ലേറെ പേജുകളുള്ള ഫയലുകൾ ബഹുമാനപ്പെട്ട തൃശൂർ വിജിലൻസ് കോടതി പരിശോധിച്ചു വരികയാണ് സാർ. ഇവിടെയാണ് ബന്ധു നിയമം ഞാൻ ഓർക്കുന്നത്. സഹകരണ വകുപ്പിൽ വലിയ വർത്തമാനമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഇവിടെ സഹകരണ വകുപ്പിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു പുതിയ ബോർഡ് കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്തുണ്ടാക്കി. സഹകരണ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്നൊരു ബോർഡ് ഉണ്ടാക്കി സാർ. ആർക്ക് വേണ്ടിയാണ് സാർ ഈ ബോർഡ് ഉണ്ടാക്കിയത്? എന്തായിരുന്നു സാർ ലക്ഷ്യം? ഇവിടെ പരക്കെ പറയുന്നു കേൾക്കുന്നത് ഏതോ ഒരു മന്ത്രിയുടെ ബന്ധുവാണ് അന്നത്തെ ഇതിന്റെ വൈസ് ചെയർമാനായി വന്ന ശ്രീ ഗോവിന്ദൻകുട്ടി എന്നാണ്. ബന്ധു നിയമനത്തെക്കുറിച്ച് ആരും അന്ന് മിണ്ടിയില്ല സാർ. രണ്ടാമത്, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. 2007-ലെ UDF ഗവൺമെന്റിന്റെ കാലത്ത് ചട്ടം ഭേദഗതിയിലൂടെ ചെയർമാനും മെമ്പർമാർക്കും എഡ്യൂക്കേഷൻ യോഗ്യത നിശ്ചയിച്ചിരുന്നു സാർ. LDFന്റെ കാലത്ത് യോഗ്യത നിശ്ചയിക്കാൻ കാരണം വിദ്യാഭ്യാസ നിലവാരം MCOM-ഉം BCOM-ഉം HDC-യും MBA-യും ഒക്കെയുള്ള ആളുകളെയാണ് ഈ ബോർഡ് വിവിധ തസ്തികകളിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് LDF ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചിരുന്നത് സാർ. നോക്കൂ, LDF ഗവൺമെന്റ് പോയി 2011-ൽ UDF സർക്കാർ വന്നു. ആദ്യം ചെയ്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുത്തു കളഞ്ഞു. നാട്ടിൽ പരക്കെ സംസാരമുണ്ട് സാർ. എന്നിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുത്തു കളഞ്ഞിട്ട് ആരുടെയോ ഒരു മന്ത്രിയുടെ ബന്ധു ശ്രീ കുഞ്ഞില്ലംപള്ളി ചെയർമാനായി കൊണ്ടുവന്നു സാർ. കുഞ്ഞില്ലംപള്ളിയെ ഇതിന്റെ ചെയർമാനായി കൊണ്ടുവന്നു, പരീക്ഷാ ബോർഡിന്റെ. സാർ, MBA MCOM ബിരുദധാരികളെ തിരഞ്ഞെടുക്കുന്നത് പ്രീ ഡിഗ്രി പാസ്സാകാത്തയാളാണെന്ന് പൊതുവെ നാട്ടിൽ
എന്താണ് 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 അല്ല എന്താണ് ശ്രീ വിൻസെന്റ് ഏത് ചട്ടപ്രകാരമാണ്? എന്താണ് പറയൂ. എന്താണ് വഴങ്ങിയതാണോ? 2011 ഇത് വഴങ്ങുന്നില്ല. 2011 ഇവിടെ ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത പോലും പിന്നെ ചട്ടഭേദഗതിയിലൂടെ മാറ്റി ഇവിടെ ആളെ നിയമിച്ചു. അതിന്റെ ക്രമക്കേടുകൾ ഇന്ന് പരിശോധിക്കപ്പെടുകയാണ്. സാർ, ഇത് പറയുമ്പോ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുമോ എന്ന തരത്തിലാണ് പലരും ഇരിക്കുന്നത്. ഇവിടെ സഖാവ് ഇപിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചവർ ധാരാളമുണ്ട്. ഇപി 21 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോകേണ്ടതായിരുന്നു. 1995 രാജധാനി എക്സ്പ്രസിൽ വെച്ച് വളരെ പ്ലാൻ ചെയ്ത ഒരു മർഡർ. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന 141 പേരിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെടിയുണ്ടയുടെ ചീളുകൾ അവശേഷിച്ച് ഇരിക്കുന്നവരായി ഉണ്ടായില്ല സഖാവ് ഇപി അല്ലാതെ. അദ്ദേഹത്തിന്റെ മനധൈര്യം, ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളുമെല്ലാം സമയം കിട്ടുമ്പോൾ ഉറ്റവരെയും ഉടയവരെയും കൊണ്ട് ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി വിശ്രമിക്കാറുണ്ട്. പക്ഷേ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവധി കിട്ടുമ്പോൾ സഖാവ് ഇപി അങ്ങനെ ചെയ്യാറില്ല. തനിക്ക് കിട്ടുന്ന ചെറിയ കാശുകൊണ്ട് പടുത്തുയർത്തിയ ഒരു അനാഥ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ പിഞ്ചുകുട്ടികളെ മാറോടണച്ച് തന്റെ അവധി ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സഖാവ് ഇപി ചെയ്ത മാതൃക പലർക്കും സ്വപ്നത്തിൽ പോലും ഞെട്ടുകയാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ഒരംഗം ഒരു വിക്കറ്റ് വീഴ്ത്തി എന്ന് പറഞ്ഞു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള അംഗത്തോട് പറയുന്നു, വിക്കറ്റ് ഒന്ന് വീണു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിക്കറ്റുകൾ വീഴാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ബഹുമാന്യനായിട്ടുള്ള അംഗം മനസ്സിലാക്കുന്നത് നല്ലത്. വിക്കറ്റുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അത് കുറേയധികം വന്നുകൊണ്ടിരിക്കും ഇനിയും. ഇപ്പോ ബാബുവിൽ തുടങ്ങി, 30-ാം തീയതി CN ബാലകൃഷ്ണനിലേക്ക് തുടങ്ങി, ഇങ്ങനെ വരും. വിക്കറ്റുകൾ വീഴുമ്പോൾ അന്നും പോസ്റ്റ് ഇടാൻ തയ്യാറാകണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, സഹകരണ രംഗത്തെ ചില മോശപ്പെട്ട പ്രവണതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, ഇവിടെ പ്രാഥമിക ബാങ്കുകളുടെ അപ്പെക്സ് ബോഡിയാണ് ജില്ലാ സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കിന്റെ അപ്പെക്സ് ബോഡിയാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ഇവിടെ UDF ഗവൺമെന്റ് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ അപ്പെക്സ് ബോഡിയായ DCBയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൈത്തറി സംഘങ്ങളെയും മിൽക്ക് സൊസൈറ്റികളെയും കയർ സംഘങ്ങളെയും മറ്റു സംഘങ്ങളെയും എല്ലാം ചേർത്തുകൊണ്ടാണ്. ഇത് യഥാർത്ഥത്തിൽ നിയമപരമായി ശരിയാണോ എന്നൊരു പരിശോധന നടത്തണം. കാരണം പ്രാഥമിക കൈത്തറി സംഘങ്ങളുടെ അപ്പെക്സ് ബോഡി ഹാൻഡെക്സ് ഉണ്ട്. മിൽക്ക് സൊസൈറ്റികൾക്ക് അപ്പെക്സ് ബോഡി മിൽമയുണ്ട്. കയർ സംഘങ്ങൾക്ക് കയർ ഫെഡ് ഉണ്ട്. അപ്പോൾ അപ്പെക്സ് ബോഡിയുള്ള സംഘങ്ങളെ ഇതിനകത്ത് തിരികെ കയറ്റി ചട്ടത്തിൽ ഭേദഗതി വരുത്തുകയോ ഓർഡിനൻസ് ഇറക്കുകയോ ചെയ്ത് ഇത്തരം സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന സമീപനം ഒഴിവാക്കേണ്ടതാണ്. ധാരാളം DCBകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ ധാരാളം തുക ഈ വിവിധ സ്ഥാപനങ്ങൾക്ക്, സംഘങ്ങൾക്ക് നൽകി അത് തിരിച്ചു കിട്ടാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് പ്രതിസന്ധിയെ നേരിടുകയാണ്. ഞാൻ അത് എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ഇവിടെ 97-ാം ഭരണഘടനാ ഭേദഗതി, സേവന നികുതി, ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി ഒക്കെ തുടങ്ങി ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ സഭ തന്നെ പാസാക്കിയ ഭേദഗതിയുടെ ഭാഗമായി വാർഡ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആക്റ്റീവ് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇൻകം ടാക്സിലെ 80P വകുപ്പ് പ്രകാരം നമുക്ക് ആനുകൂല്യമുള്ളതാണ് പ്രാഥമിക ബാങ്കുകൾക്ക്. അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇപ്പോ കോഴിക്കോട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടത്തുകയാണ്. ബഹുമാനായിട്ടുള്ള മന്ത്രി മുഖ്യമന്ത്രിയെ കൂടി ഉപയോഗപ്പെടുത്തി അടിയന്തരമായി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കണം
25 ലക്ഷത്തിൽ താഴെ അല്ല 20 മുകളിൽ FD ഉള്ളവരെ മാത്രമേ ഇതിന്റെ ബാധകമാക്കിയിരുന്നുള്ളൂ. ആ TDS-ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഒരു കാര്യം കൂടെ സാർ, വിനോദസഞ്ചാര മേഖലയിൽ ഗവൺമെന്റ് നടത്തുന്ന പുതിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ശ്രീ ജോയ്, അങ്ങയുടെ സമയം കഴിഞ്ഞു. ഒരു സെക്കൻഡ്, ഒരു കാര്യം സാർ, പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ലിഫ ഉള്ള സ്ഥലമാണ് സാർ വർക്കല. യെസ്. അതുപോലെ തന്നെ ശാന്തമായ തീരവും തീരത്തിന്റെ സൗന്ദര്യവും പാപനാശത്ത് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ്. ഈ പാപനാശം കുന്നുകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. പാപനാശം മുതൽ കാപ്പിൽ വരെ വരുന്ന ഭാഗം നമ്മുടെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താനും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ബഹുമാനായിട്ടുള്ള ടൂറിസം മന്ത്രി തയ്യാറാകണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ വീണ്ടും ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.